നമസ്കാരം. ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം. ജോലി തട്ടിപ്പിന് ഇരയായി പണം നഷ്ടപ്പെട്ടെന്ന പരാതി നൽകിയ യുവാവിന് ഭീഷണി. തിരൂർ സ്വദേശി മുഹമ്മദ് അനസിനാണ് ഈ ദുരനുഭവം നേരിട്ടത്. സംഭവത്തിൽ നെടുമ്പാശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന AMR ഇന്റർനാഷണൽ ട്രാവൽ ഏജൻസി ഉടമ ഷിജി, സാബിൻ എന്നിവർക്കെതിരെ നെടുമ്പാശ്ശേരി പോലീസിൽ പരാതി നൽകി. 2024 ഏപ്രിലിൽ നെതർലാൻഡിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന ജോലിക്ക് വിസ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 2 ഘട്ടങ്ങളിലായി 2 ലക്ഷം രൂപ വാങ്ങി കബളിപ്പിച്ചതായാണ് പരാതി. പ്രതിമാസം 4000 യൂറോ ശമ്പളവും ഭക്ഷണം ഉൾപ്പെടെ താമസവും വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ പ്രവർത്തിച്ചിരുന്ന ഇംപീരിയൽ ആക്സസ് എന്ന സ്ഥാപനത്തിന്റെ ഇരിങ്ങാലക്കുടയുള്ള ഓഫീസിൽ വെച്ച് 1 ലക്ഷം രൂപ ഷിജിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സാബിന് നൽകുകയും പിന്നീട് നെടുമ്പാശ്ശേരിയിലെ AMR ഇന്റർനാഷണൽ സ്ഥാപനത്തിൽ വെച്ച് ഷിജിക്ക് 1 ലക്ഷം രൂപ നൽകിയെന്നതുമാണ് പരാതിയിൽ പറയുന്നത്. വിസ ലഭിക്കാതായതോടെ പണം മടക്കി ചോദിച്ചപ്പോൾ ഗുണ്ടകളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയതായും പരാതിക്കാരൻ മുഹമ്മദ് അനസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത തട്ടിപ്പ് നെടുമ്പാശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന AMR ഇന്റർനാഷണൽ ട്രാവൽ ഏജൻസി ഉടമ ഷിജിക്കെതിരെ നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തിട്ടും പോലീസ് പിടികൂടാൻ തയ്യാറായിട്ടില്ല. ചില പോലീസ് ഉദ്യോഗസ്ഥരും പ്രതികളെ സഹായിക്കുന്നതായി ആരോപണമുണ്ട്. ഞാൻ നെതർലാൻഡ് എന്ന രാജ്യത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഷിജി KA എന്ന് പറയുന്ന ആളുടെ ഇമ്പീരിയൽ ആക്സിസ് എന്ന് പറഞ്ഞ ചാലക്കുടിയിലുള്ള ഒരു സ്ഥാപനത്തേക്ക് ഏപ്രിൽ 3-ാം തീയതി 1 ലക്ഷം രൂപ എൻ്റെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ഞാൻ അവരുടെ നിർദ്ദേശപ്രകാരം സബിൻ ചക്കാരക്കൽ എന്ന് പറഞ്ഞ ആളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ ഞാൻ പ്രോസസ്സിങ് ചാർജ് ആയിട്ട് 1 ലക്ഷം രൂപ അവരുടെ ഓഫീസിൽ നേരിട്ട് പോയി കൊണ്ടു കൊടുത്തിട്ടുണ്ട്. 6 മാസത്തെ ടൈം പീരീഡാണ് അവർ ഞങ്ങളോട് പോകാനുള്ള സമയം പറഞ്ഞിരുന്നത്. 8 മാസമായിട്ടും യാതൊരു തരത്തിലുള്ള അപ്ഡേഷൻ ലഭിക്കാത്തത് കാരണം ഞങ്ങൾ അത് നേരിട്ട് പോയി അന്വേഷിക്കുകയും അവർ യാതൊരു തരത്തിലുള്ള ഉത്തരം തരാത്തത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്ത് വിസ ക്യാൻസൽ ചെയ്യാനും പ്രോസസ്സിങ് സ്റ്റോപ്പ് ചെയ്യാനും ഫണ്ട് തിരിച്ചു തരാനും പറഞ്ഞു. വീണ്ടും 3 മാസം കൂടി കഴിഞ്ഞിട്ടും ഇവരുടെ യാതൊരു തരത്തിലുള്ള ഒന്നും ലഭിക്കാത്തത് കാരണം ഞങ്ങൾ എന്ത് ചെയ്തു, വീണ്ടും അവരെ സമീപിക്കാൻ പോവുകയും ഇതുവരെ ആയിട്ടും യാതൊരു തരത്തിലുള്ള ഒരു അപ്ഡേഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പോയ പണം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ട്.